പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതിപട്ടികയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സസ്പെൻഷൻ കിട്ടി. 6 വിദ്യാർത്ഥികളെ കൂടി പുതിയതായി സസ്പെൻഡ് ചെയ്തു. ഇതോടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളുടെ എണ്ണം 18 ഉയർന്നു. ആൾക്കൂട്ടത്തിൻ്റെ ആക്രമണം പോലെയാണ് സിദ്ധാർത്ഥിനെ ഇവർ നേരിട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ നിർദ്ദയമായ പെരുമാറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. അരുൺ പാറയ്ക്കൽ ചേരുന്നു വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, എന്തായാലും ഈ അക്രമകാരികൾ മുഴുവൻ ജയിലിലാകുന്നവരെ നമ്മൾ വിശ്രമിക്കാൻ പാടില്ല. കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നത് പോലെ ഈ വാർത്ത നമ്മളാണ് പുറത്തു കൊണ്ടുവന്നത്. മാത്രവുമല്ല, സിദ്ധാർത്ഥിനെ പോലൊരു പാവം കുട്ടിയുടെ മരണം ഉറപ്പുവരുത്തിയ നരാധമന്മാരാണ് ഇവന്മാർ. വെറുതെ വിടാൻ പാടില്ല. പറയൂ. SKN അതുതന്നെയാണ്. ആദ്യഘട്ടത്തിൽ പോലീസിന്റെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന 12 പേരെ കോളേജ് നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് കോളേജ് ക്യാമ്പസിൽ നിന്ന് ഈ ക്യാമ്പസ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെട്ട 8 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിൽ 6 പേരെ ചോദ്യം ചെയ്ത് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. 2 പേരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ 6 പേരെ കൂടി ഇപ്പോൾ കോളേജ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ പ്രധാനമായും പങ്കുള്ളത് ഈ വിദ്യാർത്ഥി, അതായത് സിദ്ധാർത്ഥ ഇവിടെ നിന്ന് 15-ാം തീയതി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എറണാകുളത്ത് വെച്ച് ഈ കുട്ടിക്ക് സഹപാഠി രഹൻ ബിനോയുടെ കോള് വന്നിട്ടാണ് വിളി വന്നിട്ടാണ് തിരിച്ച് ഈ ക്യാമ്പസിലേക്ക് തന്നെ വരുന്നത്. ഈ രഹൻ ബിനോയ്, തിരുവനന്തപുരം സ്വദേശികളായ രഹൻ ബിനോയ്, SD ആകാശ്, RD ശ്രീഹരി, ഇടുക്കി സ്വദേശി S അഭിഷേക്, തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ്, വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ബിൽഗേറ്റ് ജോഷുവ എന്നീ 6 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കോളേജ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഉൾപ്പെട്ട പോലീസിന്റെ പ്രതിപട്ടികയിലുള്ള 18 പേരെയും കോളേജ് സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുറത്തു വരുന്ന വിവരം, ഒരാൾ പോലും ഇനി കോളേജിൽ പഠിക്കാൻ പാടില്ല എന്നൊരു നിലപാടിലേക്ക് കോളേജും എത്തിയിരിക്കുന്നു. എന്തായാലും മുഴുവൻ കുറ്റക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നൊരു നിശ്ചയദാർഢ്യം പോലീസിനുമുണ്ട്. പക്ഷേ നിരപരാധികളായ ആരും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നും പോലീസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം, പഴുതടച്ചുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നു എന്നതാണ് SKN നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ ക്യാമ്പസ് യൂണിയൻ നേതാക്കളുണ്ട്, വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പോലീസ് പറയുന്നത്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 6 വിദ്യാർത്ഥികൾ, അതായത് ഒടുവിൽ പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകളെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് 18 പേരെ ആകെ പ്രതിപട്ടികയിലാക്കിയത്. ഇതിൽ 6 പേരെയാണ് ഇപ്പോൾ ഒടുവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. SKN.